ഇന്ത്യയിൽ ക്രിക്കറ്റിനെ ജീവവായുവായി കാണുന്നവർക്ക് മറക്കാനാകാത്ത ദിവസമാണ് 1983 ജൂൺ 25. 40 വർഷങ്ങൾക്ക് മുൻപ് അന്നേ ദിവസമാണ് കപിൽ ദേവും സംഘവും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തലവര മാറ്റിയത്. എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അന്ന് കപിലിന്റെ ചെകുത്താന്മാർ ക്രിക്കറ്റിന്റെ ലോക കിരീടത്തിൽ മുത്തമിട്ടത്. അതിനു മുൻപ് നടന്ന 2 ലോകകപ്പിലുമായി വെറും ഒരു മത്സരത്തിലെ ജയവും ആകെ മൊത്തം 40 ഏകദിനങ്ങളുടെ പരിചയവും മാത്രമുള്ള ഒരു ടീം ഇംഗ്ലണ്ട് പോലൊരു സ്ഥലത്ത് ഓസ്ട്രേലിയ, വെസ്റ്റ് ഇൻഡീസ്, ഇംഗ്ലണ്ട് തുടങ്ങിയ കരുത്തരെ മറികടന്ന് കിരീടവുമായി മടങ്ങിയെത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അന്ന് പ്രഡൻഷ്യൽ കപ്പിന്റെ ഫൈനൽ കളിക്കാനിറങ്ങുമ്പോൾ പോലും അധികം ആരും ഇന്ത്യക്ക് സാധ്യത പോലും കൽപ്പിച്ചിരുന്നില്ല. തുടർച്ചയായി 3ാം ലോകകപ്പ് ഫൈനലിൽ എത്തിയ ആദ്യ 2 ലോകകപ്പുകളിലും വിജയിച്ച വിൻഡീസ് ആയിരുന്നു എല്ലാ കണക്കുകളിലും മുന്നിൽ. വിൻഡീസ് നായകൻ ക്ലൈവ് ലോയിഡ് കപ്പ് ഉയർത്തുമെന്നായിരുന്നു ക്രിക്കറ്റ് പണ്ഡിതന്മാരുടെയും ആരാധകരുടെയും കണക്കുകൂട്ടൽ. ഇനി വിൻഡീസ് തോൽക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യ കപ്പടിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. വിൻഡീസിനെയും ഓസീസിനെയും ആതിഥേയരായ ഇംഗ്ലണ്ടിനെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വെറും ഒരു സ്റ്റാർട്ടപ്പ് ടീമായിരുന്നു കപിലിന്റെ ചെകുത്താന്മാർ. ലോക ജേതാക്കളാകാനുള്ള കെൽപ്പോ കോപ്പോ ഓർക്കുണ്ടെന്ന് ആരും കരുതിയിരുന്നില്ല. ലോകകപ്പിൽ അട്ടിമറിയോടുകൂടിയായിരുന്നു ഇന്ത്യ അരങ്ങേറിയത്. ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ 34 റൺസിന് നിലവിലെ ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി. തുടർന്നുള്ള 5 മത്സരങ്ങളിൽ 3 വിജയിച്ചുകൊണ്ട് ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായി ഇന്ത്യ സെമി ഫൈനലിൽ കടന്നു. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ഇംഗ്ലണ്ടായിരുന്നു ഇന്ത്യയുടെ എതിരാളി. സെമി ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. അങ്ങനെ 1983 ജൂൺ 25 ക്രിക്കറ്റിന്റെ മക്കയായ ലോർഡ്സിൽ വെസ്റ്റ് ഇൻഡീസുമായി കലാശക്കളിക്ക് അരങ്ങൊരുങ്ങി. ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 54.4 ഓവറിൽ 183 റൺസിന് പുറത്തായി. ഗ്രീനിഡ്ജും ഹെയ്നൻസും വിവിയൻ റിച്ചാർഡ്സും ലാറി ഗോംസും ഫൗദ് ബാക്കസും ക്യാപ്റ്റൻ ക്ലൈവ് ലോയിഡും ജെഫ്രി ഡ്യൂജോണും ഉൾപ്പെട്ട വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് നിരക്ക് നിസ്സാരമായി നേടാനാകുന്ന ഒരു സ്കോറായിരുന്നു 183 റൺസ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പരാജയം എത്ര നേരത്തെയാകും എന്നായിരുന്നു അന്ന് കാണികൾ കാത്തിരുന്നത്. എന്നാൽ ഇന്നിങ്സ് ബ്രേക്കിനിടെ കപിൽ തന്റെ ചെകുത്താന്മാരെ അടുത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അടുത്ത 3 മണിക്കൂർ നിങ്ങൾ പരമാവധി ആസ്വദിച്ച് കളിക്കുക. പ്രത്യേകം ഓർക്കുക, അടുത്ത 3 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി മൈതാനത്ത് പുറത്തെടുത്താൽ ജീവിതകാലം മുഴുവൻ ഓർത്തുവെക്കാൻ സാധിക്കുന്ന നേട്ടമാണ് ലഭിക്കാൻ പോകുന്നത്. ആ വാക്കുകൾ ടീമിനെ എത്രമാത്രം പ്രചോദിപ്പിച്ചു എന്ന് ഇന്ത്യ കളത്തിലിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കണ്ടത്. 60 ഓവറിൽ 184 റൺസ് വിജയലക്ഷ്യമായി ബാറ്റിംഗ് ആരംഭിച്ച വെസ്റ്റ് ഇൻഡീസിന് 4ാമത്തെ ഓവറിൽ ഗ്രീനിഡ്ജിനെ നഷ്ടപ്പെട്ടു. തുടർന്ന് ബാറ്റിങ്ങിന് വന്ന വിവിൻ റിച്ചാർഡ്സ് ഇന്ത്യൻ ബൗളർമാരെ പരിഹസിക്കുന്ന ബാറ്റിംഗാണ് കാഴ്ചവെച്ചത്. മദൻ ലാലിന്റെ ആദ്യത്തെ ഓവറിൽ റിച്ചാർഡ്സ് 3 ബൗണ്ടറികളാണ് നേടിയത്. 13ാമത്തെ ഓവറിലാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മാത്രമല്ല ലോക ക്രിക്കറ്റിന്റെ തന്നെ ഗതി മാറ്റിമറിച്ച ചരിത്ര മുഹൂർത്തം പിറന്നത്. അപ്പോൾ വിൻഡീസിന്റെ സ്കോർ 57-2. മദൻലാലിന്റെ പന്ത് റിച്ചാർഡ്സ് ഉയർത്തിയടിച്ചു. 30 അടിയോളം പിറകോട്ടോടി ഇന്ത്യൻ ക്യാപ്റ്റൻ കപിൽ ദേവ് മനോഹരമായ ആ ക്യാച്ച് എടുത്തു. വെസ്റ്റ് ഇൻഡീസ് അതോടെ 57-3 എന്ന സ്കോറിലായി. പിന്നീട് പ്രശസ്തമായ വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് നിര ഇന്ത്യൻ ബൗളർമാർക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ചയ്ക്കാണ് ലോർഡ്സ് മൈതാനം സാക്ഷ്യം വഹിച്ചത്. വെസ്റ്റ് ഇൻഡീസ് 140 റൺസിന് ആൾ ഔട്ട്. ഇന്ത്യക്ക് 43 റൺസിന്റെ ചരിത്ര വിജയം. 1983 ഇന്ത്യയുടെ ചരിത്രപ്രസിദ്ധമായ വിജയത്തോടെ ക്രിക്കറ്റ് ഇന്ത്യയിലെ ജനകീയ കായിക വിനോദമായി മാറി. അതേവരെ കാര്യമായി വേദികൾ ഇല്ലാതിരുന്ന കേരളത്തിൽ പോലും ക്രിക്കറ്റിന് അഭൂതപൂർവമായ വളർച്ചയുണ്ടായി. അന്ന് കപിലും സംഘവും തുറന്നുകൊടുത്ത വഴിയിലൂടെയാണ് പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റ് വളർന്നത്. 40 വർഷങ്ങൾക്ക് മുൻപ് ക്യാപ്റ്റൻ കപിൽ ദേവ് നേടിയ ക്യാച്ചാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മാത്രമല്ല ലോക ക്രിക്കറ്റിന്റെ തന്നെ ചരിത്രം തിരുത്തിക്കുറിച്ചത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം.